കെ ബാലൻ സംസാരിക്കുന്നുണ്ട്. അതിലേക്കൊന്ന് പോയിട്ട് വരാം. RSSുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഞാൻ വേർപെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് UDF വരുന്നതെങ്കിൽ മനസ്സിലാക്കാം. ഇന്നേ വരെ ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്ന സമയം വരെ ഞാൻ RSSകാരനല്ല, ഹിന്ദുത്വാശയക്കാരനല്ല എന്ന് അദ്ദേഹം ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. ഇങ്ങനെയുള്ള ഒരാളെ UDF ക്ഷണിച്ചു കൊണ്ടുവന്നതിൽ ശക്തമായ പ്രതിഷേധം കോൺഗ്രസിന്റെ നേതാവ് മിസ്റ്റർ മുരളീധരന്റെ ഭാഗത്തുണ്ടായി. എനിക്കൊരിക്കലും യോജിക്കാൻ പറ്റുന്നതല്ല ഈ തീരുമാനമെന്ന് അദ്ദേഹം പ്രകടമായി പറഞ്ഞു. കോൺഗ്രസിന്റെ ഉള്ളിൽ തന്നെയുള്ള അറിയപ്പെടുന്ന നേതാക്കൾ മുരളിയോട് ഒപ്പം നിന്നുകൊണ്ട് പ്രതികരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിലാണ് പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങളിൽ വല്ലാത്ത രൂപത്തിലുള്ള ആശങ്ക ഉണ്ടായത്. അത് പരിഹരിക്കാൻ വേണ്ടി VD സതീശന്റെയും അതുപോലെ തന്നെ KPCC പ്രസിഡന്റിന്റെയും നിർദ്ദേശപ്രകാരം ഈ RSSകാരൻ നേരെ പാണക്കാട്ടേക്ക് പോവുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് കേക്ക് തിന്നുകയാണ്. എന്നാൽ അപ്പോഴെങ്കിലും തങ്ങൾ ചോദിക്കണ്ടേ, RSSുമായിട്ടുള്ള ബന്ധം വേർപെടുത്തിയോ? ഹിന്ദുത്വ ആശയം തലക്ക് കയറിയ സമയത്ത് മുസ്ലിങ്ങൾക്കെതിരായി പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നെങ്കിലും ചോദിക്കണ്ടേ? കേക്ക് തന്നാ തീരുന്ന പ്രശ്നമാണോ ഇത്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നല്ല വിശ്വാസത്തിൽ കണ്ണാടിയിൽ വെച്ചൊരു പരാമർശം നടത്തി. അതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. 1992 ഡിസംബർ മാസം 6-ാം തീയതി ബാബരി മസ്ജിദ് പൊളിച്ചതിന് ശേഷമാണ് ഒറ്റപ്പാലം ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. CMന്റെ വാക്കാണ് ഞാൻ ഈ പറയുന്നത്. ആ ഘട്ടത്തിൽ ജനവികാരം, പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങൾ ഇടതുപക്ഷത്തിനോടൊപ്പം നിന്നു. ബാബരി മസ്ജിദ് തച്ച് പൊട്ടിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഭസ്മമാക്കിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് കാട്ടിയിട്ടുള്ള നെറികെട്ട സമീപനത്തിനെതിരായി മതന്യൂനപക്ഷങ്ങൾ പ്രതികരിച്ചു. എന്നാൽ അപ്പോഴും UDF ഭാഗമായിരുന്നു, ഭരണപക്ഷത്തായിരുന്നു മുസ്ലിം ലീഗ്.